ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തിരുപ്പാവൈ പാസുരം 28. ഗോപികാഭാവത്തിലെത്തിക്കഴിഞ്ഞു ആണ്ടാളമ്മയും സഖിമാരും. ആണ്ടാളമ്മ ശരിക്കും ആയിർപ്പടിയിലുള്ള ഒരു ബ്രാഹ്മണ കുലത്തിലുള്ള സ്ത്രീയാണ്. പെരിയാൾവാരുടെ മകളാണ്. പക്ഷേ ഇപ്പോൾ ആണ്ടാളമ്മ അതൊക്കെ മറന്നു വൃന്ദാവനത്തിലെ ഗോപികയായി മാറി. എന്നിട്ട് പറയാണ്, കറവ പശുക്കളെ പിന്തുടർന്ന് ചെന്ന് കാട്ടിൽ അവരുടെ കൂടെ ചെന്ന് അവരെ തെളിക്കുന്ന സാധാരണ ഗോപികമാരാണ് ഞങ്ങൾ. കൈകൾ പോലും കഴുകാതെ കൂടിയിരുന്ന് വനഭോജനം കഴിക്കുന്ന അങ്ങനെയുള്ള സാധാരണക്കാരിയായിട്ടുള്ള ഗോപസ്ത്രീകളാണ് ഞങ്ങൾ. അല്പം പോലും ജ്ഞാനം ഇല്ലാത്ത അങ്ങനെയുള്ള ഗോപന്മാരുടെ ഇടയന്മാരുടെ കുലത്തിൽ വന്ന് ഭഗവാനെ അങ്ങ് ജനിച്ചു. അതോടുകൂടെ ആ കുലത്തിൻ്റെ മഹിമ ഇത്രമേൽ ഉയർന്നു ഭഗവാനെ. ഇങ്ങനെ ഇവരുടെ മഹിമ ഉയർത്താനല്ലേ ഭഗവാൻ അറിവൊന്നും ഇല്ലാത്ത അവരുടെ കുലത്തിൽ വന്ന് പിറന്നത്. ഇത് തന്നെയാണ് കൃഷ്ണ ഞങ്ങളുടെ ജന്മഭാഗ്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുലത്തിന് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ആ കുറവ് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഭഗവാൻ വന്നു. ഗോവിന്ദ നീ വന്നു. ഒരു കുറവുകളുമില്ലാത്ത ഭഗവാൻ നമ്മുടെ കൂടെ ചേരുമ്പോൾ നമ്മളുടെ എല്ലാ കുറവുകളും നികത്തപ്പെടുന്നു. ഇനി ഞങ്ങളെ ഭഗവാനിൽ നിന്ന് വേർപിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധിക്കില്ല. അതും കൂടി ആണ്ടാളമ്മയും സഖിമാരും പറയുന്നുണ്ട്. കാരണം അവർ അങ്ങനെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞു. ഭഗവാനോടുള്ള പ്രേമം അധികരിക്കുമ്പോഴാണ് ഞങ്ങൾ കള്ളക്കണ്ണ എന്നൊക്കെ വിളിക്കുന്നത്, വെണ്ണക്കണ്ണ എന്നൊക്കെ വിളിച്ച് ഭഗവാനോട് ദേഷ്യപ്പെടുന്നതും ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇതൊക്കെ സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് ചെയ്യുന്നതാണ് കൃഷ്ണ. അറിവില്ലാ പൈതങ്ങളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കൃഷ്ണ നീ ദേഷ്യപ്പെടല്ലേ കണ്ണ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഇതൊക്കെ ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. തിരുപ്പാവൈ പാസുരം 29. ആണ്ടാളമ്മ തൻ്റെ ആയിർപ്പടിയിലെ ഗോപികമാരെയും കൂട്ടി വ്രതമെടുത്ത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വ്രതമെടുത്തത് ആണ്ടാളമ്മയും സഖിമാരും ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ വേണ്ടിയായിട്ടായിരുന്നു. എല്ലാ ഗോപന്മാർക്കും വേണ്ടിയിട്ടാണ് ആണ്ടാളമ്മ വ്രതം അനുഷ്ഠിച്ചത്. എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആണ്ടാളമ്മയുടെ ഉള്ളിൽ ഒരു മോഹം ഉണ്ട്, ഒരു ആഗ്രഹം ഉണ്ട്. അതവസാനം ഭഗവാൻ ചോദിക്കുകയാണ്. ആണ്ടാളമ്മയോട് പറയാണ് ഭഗവാൻ, പറയൂ ഗോദാദേവി, ഇനി എന്താണ് വേണ്ടത്? അങ്ങനെയാണ് ഭഗവാന്റെ മുന്നിൽ ആണ്ടാളമ്മ തൻ്റെ മനസ്സ് തുറക്കുന്നത്. ഭഗവാനെല്ലാം അറിയാം, ആണ്ടാളമ്മയ്ക്ക് അത് ഭംഗിയായിട്ട് അറിയുകയും ചെയ്യാം. എന്നാൽ തൻ്റെ മനസ്സ് തുറക്കുന്നതിന് മുൻപ് താൻ കടന്നു വന്ന വഴികൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആണ്ടാളമ്മ. ഗോവിന്ദ, അതിരാവിലെ നിൻ്റെ മാളികയ്ക്ക് മുന്നിൽ, നിൻ്റെ ആ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് നിന്നെ വണങ്ങി. ഭഗവാന്റെ ആ താമരപ്പൂ പോലുള്ള ആ പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ സ്തുതിച്ച് പാടിക്കൊണ്ട് ഇവിടെ വന്നു. കാവൽക്കാരൻ തടഞ്ഞപ്പോൾ ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടി ഞങ്ങൾ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങിക്കൊണ്ട് ഉള്ളിലേക്ക് കടന്നു. പിന്നെ ഭഗവാന്റെ രാധറാണിയെ ഉണർത്തി. രാധറാണിയുടെ അനുഗ്രഹവും വാങ്ങിച്ചു. രാധറാണി അവർക്ക് പിന്തുണയായി കൂടെ ഉണ്ടായി. അങ്ങനെ രാധറാണിയും കൂടെ പ്രസാദിച്ചപ്പോൾ ഭഗവാൻ ഉണർന്നു. ആ ഭഗവാന്റെ ചെന്താമര പോലുള്ള കാലുകൾ കണ്ട് സ്തുതിച്ച് ആണ്ടാളമ്മയും സഖിമാരും ഭഗവാനെ പല്ലാണ്ട് പാടി. തങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെയൊക്കെ ത്യജിച്ചു. പാൽച്ചോറും നെയ്യും ഒക്കെ ത്യജിച്ചു. അങ്ങനെ ഈ ഒരു മാസം 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു ആണ്ടാളമ്മ. ഭഗവാന്റെ നാമം അത്രമേൽ ഉച്ചരിച്ചു ആണ്ടാളമ്മ. ആണ്ടാളമ്മയും സഖിമാരും ഭഗവാനെ പല്ലാണ്ട് പാടി ഭഗവാനെ ഒരുപാടങ്ങ് വാഴ്ത്തി.
അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭഗവാനിൽ നിന്ന് പറയി ലഭിക്കാനാണോ? അതോ ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ധനം, വസ്ത്രം, ധാന്യം, സമ്പത്ത്, സന്താനങ്ങൾ, ഇങ്ങനെ ഭൗതികപരമായ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ആണ്ടാളമ്മയ്ക്കും സഖിമാർക്കും ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ഈ പാസുരം തുടങ്ങുമ്പോൾ തന്നെ ആണ്ടാളമ്മ പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആണ്ടാളമ്മ വ്രതമെടുത്തത്? സാധാരണക്കാരനായിട്ടുള്ള ആ ഗോപാലകന്മാരുടെ ആ കുലത്തിൽ വന്ന് പിറന്നവനെ, ഗോവിന്ദ, ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. അതായത് എത്ര ജന്മം നീ ഞങ്ങൾക്ക് തന്നാലും ഗോവിന്ദ, ആ ജന്മം മുഴുവനും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. ഭഗവാനെ അടിപണിയാൻ വേണ്ടിയിട്ടുള്ളതാകണം ഞങ്ങളുടെ ജീവിതം. ഭഗവാന്റെ സേവനം അതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾക്ക് ഒരു ജന്മത്തിലും ആവശ്യമില്ല. പാട്ടു പാടാനാണെങ്കിൽ, കഥ പറയാനാണെങ്കിൽ, നൃത്തം ചെയ്യാനാണെങ്കിൽ, പടം വരയ്ക്കാനാണെങ്കിലൊക്കെയും ഭഗവാന് വേണ്ടിയിട്ട് എന്ത് കഴിവും ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണേ ഭഗവാനെ. ഭഗവാന്റെ ഭക്തർക്ക് സേവനം ചെയ്യാൻ സാധിക്കണം. ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളതായിരിക്കണം. ഇനി ഭഗവാൻ ഒരു ജന്മം തരുന്നുണ്ടെങ്കിൽ ആ ജന്മം മുഴുവൻ ഭഗവാന്റെ ഓർമ്മ ജനിക്കണം. ഭഗവാനിൽ മാത്രമായി മുഴുകി ജീവിക്കാൻ സാധിക്കണം. ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് തീർച്ചയായും ഭഗവാൻ സന്തോഷിക്കുന്നത്. ഭഗവാന്റെ ഭക്തർക്ക് സേവനം ചെയ്യുമ്പോൾ ഒപ്പം കൃഷ്ണാവബോധത്തിൽ മുഴുകി ജീവിക്കാനും സാധിക്കണം. ഇതാണ് ആണ്ടാളമ്മയും സഖിമാരും ഭഗവാനോട് ചോദിക്കുന്ന വരം. ഇപ്പോൾ ആണ്ടാളമ്മയും സഖിമാരും ഭഗവാനെ ഒരു എളിയ സേവനം ചെയ്തിരിക്കുകയാണ്. ഭഗവാനെ പല്ലാണ്ട് പാടി ഭഗവാന്റെ മഹത്വം ഒരുപാട് ആളുകളിൽ എത്തിച്ചു ആണ്ടാളമ്മ. ഈ ഒരു ചെറിയ സേവനം ഭഗവാനെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മറ്റുള്ള കാമനകളെ ഇല്ലാതാക്കി തരണേ. ഈ കാമത്തെ, മോഹത്തെ അടക്കാൻ സാധിക്കണേ ഭഗവാനെ. ഭഗവാനിൽ നിന്ന് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് ഇടവരരുതേ ഭഗവാനെ. ഈ ഭൗതിക ജീവിതം ജീവിക്കുന്ന എല്ലാവർക്കും അതിന് ബുദ്ധിമുട്ടാണ്. കാരണം മായ പിടിച്ച് വലിച്ചിരിക്കുകയാണല്ലോ എല്ലാവരെയും. അപ്പോൾ കാമത്തെ അടക്കാൻ എന്താണൊരു വഴി? ഭഗവാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ മോഹങ്ങളെ തിരിച്ചുവിടുക, ആഗ്രഹങ്ങളെ വഴി തിരിച്ചുവിടുക. അതാണിവിടെ ആണ്ടാളമ്മ പറയുന്നത്. ഭഗവാന്റെ സേവനത്തിൽ മുഴുകുമ്പോൾ കാമം നമ്മളെ ബാധിക്കില്ല. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവനും തിരിയണം. അപ്പോൾ മറ്റുള്ള കാമനകൾ നമ്മെ ബാധിക്കില്ല. ഭഗവാനുമായി ബന്ധപ്പെട്ടതല്ലാതെയുള്ള ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടണം. അങ്ങനെയുള്ള വസ്തുക്കൾക്കും വ്യക്തികൾക്കും മേൽ അധിഷ്ഠിതമായിട്ടുള്ള ഞങ്ങളുടെ കാമനകളെ ഭഗവാനെ അങ്ങ് ഇല്ലാതാക്കി തരണമേ. അങ്ങനെ കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിലെത്തി ജ്ഞാനയോഗത്തിൽ നിന്നും ഭക്തിയോഗത്തിലേക്ക് കടന്നു. ഭക്തിയോഗത്തിൻ്റെ വിവിധ 9 ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആണ്ടാളമ്മ ആത്മനിവേദനം ചെയ്തു കഴിഞ്ഞു. തൻ്റെ ആത്മാവിനെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു ആണ്ടാളമ്മ. പാസുരം 30. ഈ 30 പാസുരവും കേട്ട വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഫലശ്രുതിയെക്കുറിച്ചാണ് 30ാമത്തെ പാസുരത്തിൽ പറയുന്നത്. ആണ്ടാളമ്മ പറയുന്നത്, ആരൊക്കെയാണോ ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ആത്മനിവേദനമായി സമർപ്പിച്ച ഈ തിരുപ്പാവൈ പാസുരങ്ങളെ ചൊല്ലുകയോ കേൾക്കുകയോ പാടുകയോ പ്രചരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കട്ടെ. ആണ്ടാളമ്മയുടെ ആ വഴിയെ ഭഗവാനിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കണേ. ഇതാണ് 30ാമത്തെ പാസുരം. ഈ പാസുരം ഭഗവാന്റെ ഭക്തയായിട്ടുള്ള ആണ്ടാളമ്മ എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കുമല്ലോ. ഭഗവാന്റെ പാലാഴി മദനം, ആ ലീല ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ടാണ് ആണ്ടാളമ്മ ഈ പാസുരം ആരംഭിക്കുന്നത്. ലക്ഷ്മീപതിയായ മാധവനെ, കേശി എന്ന അസുരനെ വധിച്ച കേശവനെ, അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാണ് ആണ്ടാളമ്മയും സഖിമാരും. ഭഗവാന് സമർപ്പിച്ച് വ്രതമെടുത്തു. ഭഗവാനിൽ നിന്ന് പറയി ലഭിച്ചു. അപ്പോൾ ഭഗവാന്റെ ചൈതന്യം അവർക്ക് മേൽ വന്നു. അപ്പോൾ ആ ഗോപികമാർക്ക് മുഖത്തൊക്കെ അങ്ങ് മുഖശ്രീ ഉണ്ടായി.
ആ ഗോപികമാർ ആഗ്രഹിച്ച വരം നൽകി കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചു. ആ ഗോപികമാർക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയത് ആണ്ടാളമ്മയിലൂടെയാണ്. അപ്പോൾ ആരാണ് ആണ്ടാളമ്മ? അവസാനം ആണ്ടാളമ്മ തന്നെ കുറിച്ച് ഈ പാസുരത്തിൽ പറയുന്നുണ്ട്. അതായത് ശ്രീവില്യംപുത്തൂരിലെ വിഷ്ണു ചിത്തരുടെ മകളായിട്ട് പിറന്ന ഗോദാദേവി, ആ ദേവിയുടെ കഴുത്തിലെ അഴകുറ്റ താമരയാൽ നിർമ്മിച്ച മാല ശ്രീവില്യംപുത്തൂരിലെ രംഗനാഥസ്വാമി ഭഗവാൻ. ആണ്ടാളമ്മ ധരിച്ച മാലയെ ധരിക്കുള്ളൂ. ആണ്ടാളമ്മ മനസ്സങ്കല്പം ചെയ്തു കഴിഞ്ഞു താൻ ഭഗവാന്റേതാണ്. പൂർണ്ണചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയ ശ്രീവില്യംപുത്തൂരിലെ ആ വലിയ പെരിയാൾവാരുടെ മകളാണ് ഗോദാദേവി. ഗോദേ എന്ന് പേരുള്ള ആണ്ടാളമ്മ. ആണ്ടാളമ്മ പാടിയ ഈ തിരുപ്പാവൈ പാസുരം എല്ലാ കാലത്തും നിലനിൽക്കുന്ന തമിഴ് ഭാഷയിൽ രചിച്ച ഈ പാസുരം, ഇതിനെ നിരാകരിക്കാതെ ഭക്തിയാണ് ഈ പാസുരം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇത് ശ്രദ്ധയോടു കൂടിയിട്ട് പാരായണം ചെയ്യുന്നവർക്ക് 4 കൈകളുള്ള, ചെന്താമര കണ്ണുള്ള, ഐശ്വര്യവാനായിട്ടുള്ള, ലക്ഷ്മീപതിയായിട്ടുള്ള, ഇഹത്തിലും പരത്തിലും നിലനിൽക്കുന്ന അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇത് കേൾക്കുന്നവർക്ക്, ഇത് ചൊല്ലുന്നവർക്ക്, ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹവും നൽകും. അവർ എവിടെയും സുഖമായിട്ട് വാഴും. അങ്ങനെ വാഴണേ, അങ്ങനെയുള്ള ഒരു അനുഗ്രഹമാണ് ആണ്ടാളമ്മ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. ഈ പാസുരം മനസ്സിലാക്കുന്നവർക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കണേ ഭഗവാനെ എന്നാണ് ഭഗവാന്റെ അടുത്ത് ആണ്ടാളമ്മ പറയുന്നത്. ഇത്രയും വലിയ ഒരു വ്രതം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എടുത്തു ആണ്ടാളമ്മയും സഖിമാരും. ആ വ്രതം എടുക്കാനായിട്ട് 10 സഖിമാർക്ക് പ്രചോദനവും നൽകി. അവരെയും കൂട്ടി ഒടുവിൽ എല്ലാവർക്കും കൃഷ്ണാനുഭവം ലഭിച്ചു. എല്ലാവരെയും കൃഷ്ണനിലേക്ക് എത്തിച്ചു ആണ്ടാളമ്മ. ഭഗവാൻ ഉണർന്നു. ഭഗവാൻ ആണ്ടാളമ്മയെയും സഖിമാരെയും ദാസനെ പോലെ അവർ പറയുന്നത് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചതൊക്കെ കൊടുത്തു ഭഗവാൻ. പക്ഷേ ആണ്ടാളമ്മയ്ക്ക് മറ്റൊരു വരമാണ് ചോദിക്കാനുണ്ടായിരുന്നത്. ആണ്ടാളമ്മ ഈ പാവൈ വ്രതം എടുത്തത് തനിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ നാടിന് വേണ്ടി, തൻ്റെ ആയിർപ്പടിയിലെ എല്ലാ ഗോപികമാർക്കും വേണ്ടിയാണ് ആണ്ടാളമ്മ ഈ വ്രതം അനുഷ്ഠിച്ചത്. എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആണ്ടാളമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മോഹമുണ്ടായിരുന്നു, ഒരാഗ്രഹമുണ്ടായിരുന്നു. ഭക്തയായ ആണ്ടാളമ്മ എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും. അഴകുറ്റ താമരയിൽ നിർമ്മിച്ച മാല ധരിക്കുന്ന ആണ്ടാളമ്മ, ആ മാലയെ ശ്രീവില്യംപുത്തൂരിലെ രംഗനാഥസ്വാമി ധരിക്കൂ. അതിന് കാരണം ആണ്ടാളമ്മ ഒരിക്കൽ ഒരു മാല കൊരുത്തു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അതിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ആ മാല ആണ്ടാളമ്മ ഒന്ന് ഇട്ടു നോക്കി. പക്ഷേ ഇത് കണ്ട പെരിയാൾവാർ ആണ്ടാളമ്മയെ ശാസിച്ചു. രംഗനാഥസ്വാമി പക്ഷേ പെരിയാൾവാരോട് പറഞ്ഞു, എനിക്കിനി പെരിയാൾവാർ കൊണ്ടുവന്ന മാല വേണ്ട, ആണ്ടാളമ്മ ചൂടിയ മാല മതി. അന്നു മുതൽ ആണ്ടാളമ്മ ചൂടുന്ന മാലയാണ് ഭഗവാന് ചാർത്തുന്നത്. പതിവ്രതയോടുകൂടെ വേണം ഈ പാസുരത്തെ കാണാൻ. മനസ്സുകൊണ്ട് ഉപേക്ഷ വിചാരിക്കരുത്. ഈ പാസുരം കേൾക്കുമ്പോൾ, ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭക്തിയാണ് ജനിക്കേണ്ടത്. ഇതൊരിക്കലും ശ്രദ്ധയില്ലാതെ ഈ പാസുരങ്ങൾ ചൊല്ലുകയോ കേൾക്കുകയോ പാടുകയോ ഒന്നും ചെയ്യരുത്. ഇത് ശ്രദ്ധയോടുകൂടെ പാരായണം ചെയ്താൽ അവർ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടെ സുഖമായി സന്തോഷമായി ജീവിക്കും എന്ന്. ഈ അനുഗ്രഹം ആണ്ടാളമ്മയുടെ ഈ ഒരു അനുഗ്രഹത്തോടു കൂടെയാണ് ഈ ഒരു പാസുരം അവസാനിക്കുന്നത്. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേ രാധേ.